മാനേജർ എവിടെ? ക്യാബിലുണ്ട് സർ. അതെവിടെ? മുകളിൽ. നടക്കടാ അങ്ങോട്ട്. ആരാ മാനേജർ? വിളിക്കടാ. അകത്തുണ്ട് സർ. ദിസ് ഇസ് ടു മച്ച്. ഞങ്ങളിവിടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന സമയം. ഈ സമയത്ത് ഇവിടെ ആരും അനുവദിക്കാൻ നിവൃത്തിയില്ല സർ. ദയവ് ചെയ്ത് പുറത്തു പോകണം, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് SPയെ വിളിക്കേണ്ടി വരും. അതർവൈസ് യു ഹാവ് ടു ഷോ മീ ദ വാറന്റ്. വിളിക്കാൻ പറഞ്ഞോട്ട് പറയടാ. അതെ സാറേ. സർ എന്താ കൊണ്ടുമുതലിന് കൊട്ടേഷൻ? പാരമ്പര്യം, വിശ്വാസത, അവന്റെ അമ്മയുടെ തേങ്ങാക്കൊല. മാറിയിക്കണേ. CCTV കട്ടേ സർ. കഴിഞ്ഞ ഒരാഴ്ചത്തെ ഫുൾ ഫുട്ടേജ് ഇങ്ങനെ എവിടെയാ കൺട്രോൾ റൂം? സർ താഴെയാണ്. എവിടെയാ? താഴെയാണ് സർ. കൂടെ പോ. ഓക്കെ സർ. നിങ്ങളിവിടെ നിന്നാ മതി. കർണാടകത്തിലെ മന്ത്രിസഭാ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കാൻ അർദ്ധരാത്രി സുപ്രീം കോടതി ചേരുന്നതും പുലർച്ചെ വരെ വാദം കേട്ട് ഇടക്കാല വിധി പുറപ്പെടുവിക്കുന്നതും ആ TV അങ്ങോട്ട് ഓഫ് ചെയ്യണോ? ആദ്യമായിട്ടാണ്. പുലർച്ചെ വരെ 3 ദിവസം ഇവന്മാർക്ക് വേണ്ടി അടിവസ്ത്രം വല്ലതും മാറാണ്ട് ഓട്ടം തുടങ്ങിയിട്ട് ഒളിത്താവളം ഒരുക്കുന്നു, റിസോർട്ട് ഒഴിപ്പിക്കുന്നു, പൊരിവെയിലത്ത് വഴിയൊരുക്കുന്നു. ഇതേ 3 ദിവസം ഈ കൊച്ചിനെ കൊണ്ട് ഈ അമ്മ ഓടാൻ തുടങ്ങിയിട്ട്. എടാ നീ ഒരിക്കൽ ഈ പന്ന നായിന്റെ കൂടെ 6-7 മണിക്കൂറായി ഈ കൊച്ചും തലയും കൂടി ഓടിക്കൊണ്ടിരിക്കണത്. മനസ്സിലായടാ? നിനക്കൊക്കെ എവിടെ നിന്ന് മനസ്സിലാക്കാൻ? നീയൊക്കെ മനസ്സിലായടാ നായെ? കിട്ടിയില്ലേ? കിട്ടി സാർ. ആ മാലയും കൂടെ എടുത്തേ. ഈ മാല ഇവര് ഇവിടുന്ന് പർച്ചേസ് ചെയ്താണോ? അതെ സാർ. കേട്ടല്ലോ. ബില്ലമൗണ്ട് എത്ര? 1,32,560. ഈ മാല എടുത്ത് നിന്റെ മുതലാളിയുടെ ഭണ്ഡാരത്തിലെടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ കാശ് ഒരു അണാ പൈസ തെറ്റില്ലാതെ എണ്ണി കൊടുക്ക്. സാർ അതിപ്പോ MD ആയിട്ട് ഡിസ്കസ് ചെയ്ത് MD ഒരു കോപ്പില്ല. ഇപ്പൊ ഇവിടെ വെച്ച് സെറ്റിൽമെന്റ്. അല്ല സാർ. മനസ്സിലായടാ? സാർ ഇവിടെയുള്ള ക്യാഷ് ഒക്കെ ബാങ്കിലേക്ക് പോയി. കാശ് വേണ്ട, ചെക്ക് മതി. അത് സാർ പിന്നെ ഇതേറാ. ശരി സാർ, ഇപ്പൊ എടുക്കാം. ക്യാഷ് ചെക്ക്. പേര് പറഞ്ഞു കൊടുക്ക്. പേര് CK രാധാമണി. സാർ. അങ്ങോട്ട് വിട്. നാളെ ബാങ്കിലെ ക്യാഷ് ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ സ്റ്റേഷനിൽ ഒന്ന് മാല വാങ്ങിക്കും. ഈ നീതി എന്ന് പറഞ്ഞ സാധനം ഒരുത്തന്റെ അവതാരമല്ലടാ, അവകാശമാണ്. അർഹതപ്പെട്ടവന് അത് കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണ കാലം അത്. പിന്നെ നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഷോ കാണിക്കാൻ നിന്നാ നിന്റെ മുതലാളിയുടെ 64 ബ്രാഞ്ച് ഞാൻ പൂട്ടിക്കും. ശരിക്കും നമുക്കൊരു കേസിന് പോവായിരുന്നു. നമ്മുടെ ഭാഗം ഭയങ്കര സ്ട്രോങ് അല്ലേ? ഞാനും അത് ആലോചിച്ചാണ് ചേട്ടാ. അവരോട് പറഞ്ഞതുവാ. പിന്നെ കേസും കോടതിയൊക്കെ ആയിട്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ച. താനല്ലേ എൻ്റെ ഇന്ന് ബില്ല് മേടിച്ച്? നന്നായി വരോടോ. അപ്പോ മോളെ ഡിസ്ചാർജ് ചെയ്താ? ഇല്ല സാർ, ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് വേണം. ഏത് ഹോസ്പിറ്റലാ? CT ഹോസ്പിറ്റൽ. ഡോ ഒരു ഓട്ടോ വിളിച്ച് ഇവരെ അങ്ങോട്ട് വിട്ടെ. ശരി. ശരി സാറേ ഇവനെ ഇവിടെ വാടാ. എന്താണിത്? ബൈന്നെടുത്തതാ. വണ്ടിക്കൂലി പറഞ്ഞു വിട്ടേരാ ചേട്ടാ. ഞാൻ വിളിക്കാം സാർ. നടക്ക്. കയറോ. എല്ലാം കിടന്ന് നനഞ്ഞു. ഇത് നേരത്തെ ചെയ്തുകൂടായിരുന്നോ? ഇനിയിപ്പോ പതപ്പിച്ചിട്ട് എന്തിനാ? മഴ പെയ്യണവരെ കാപ്പി എല്ലാം കിടന്ന് നട്ടു. ഇന്നും സൊസൈറ്റിയിൽ നിന്ന് ആരും വന്നില്ലേ? എവിടെന്ന്? വെയിലുറയ്ക്കുമ്പോ നെല്ലെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കാം. അച്ഛനെങ്ങനെയുണ്ട്? കുറവുണ്ട്.
മരുന്നാ? കൊടുത്തു. ചരിത്രം തരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണ പറയാതെ വഴി അവസാനിച്ചത് ഇങ്ങനെയാണ്. കർണാടക ആ വിശ്വാസം ഉറപ്പിക്കുന്നു. കേന്ദ്രാധികാരത്തിന്റെ ബലത്തിൽ 55 മണിക്കൂർ മുഖ്യമന്ത്രി ഹലോ. സാറ് വീട്ടിലെത്തിയോ? ആ, എത്തി. സാറിന്റെ അച്ഛനെങ്ങനെയുണ്ട്? ചട്ടങ്ങളും അത് കുഴപ്പമില്ല. എന്താ വിളിച്ചെന്തേ? അത് SP ഓഫീസിൽ നിന്ന് അക്കീം വിളിച്ചിരുന്നു. അത് CI സാറ് ആ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തു. ഇന്ത്യൻ ഭരണഘടന ട്രാൻസ്ഫറിന് സാധ്യത ഉണ്ടെന്നാ. കാസർകോട്ടേക്കാന്നാ കേൾക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. തലകോണ കേസൊന്നുമല്ലല്ലോ. ശരി. അതിന്റെ ആയുസ് എത്രയാണെന്ന് ഇപ്പോൾ പറയാമെങ്കിലും ചെറുക്കാനാകാത്ത അശ്വമേധമല്ല രാജ്യത്ത് നടമാടുന്നത് എന്ന പ്രത്യാശയാണ് അത്. ജനാധിപത്യം ലേലം വിളിക്കപ്പെടുന്ന കാലത്ത് അതിനെതിരായ ഓരോ കൈകോർക്കലും ജീവശ്വാസമാണ്. പക്ഷേ ഹലോ. സാറേ, എനിക്ക് ചെക്ക് വേണ്ട സാറേ. ഇതെന്തു പറ്റി? കഴിഞ്ഞ 3 ദിവസം എൻ്റെ ജീവിതത്തിൽ നടന്നു വന്നു. ഇനി വേറൊരാൾക്കും സംഭവിക്കാൻ പാടില്ല. ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്കും ജീവിക്കണം സാറേ. നമുക്ക് കേസിന് പോവാം. അത് മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ മഴയത്ത് നിങ്ങളിതെങ്ങോട്ടാ? നീ ബേക്കൽ കോട്ട കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ഒരുങ്ങിയിരുന്നോ? മെയ് 19 പരാതിക്കാരി മകളുടെ ചികിത്സ ആവശ്യാർത്ഥം എറണാകുളം MG റോഡിലുള്ള HRR ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണം പണയം വയ്ക്കുന്നതിനായി കർത്തേടം സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി മാനേജർ സ്വർണം പരിശോധിച്ചത് സ്വർണ്ണ വിൽപ്പനയിൽ മിഴിവ് ചേർത്തതിന് വായ്പ അനുവദിക്കാതിരുന്നതിന് പരാതിക്കാരി HRR ജ്വല്ലറിയിൽ അതേ ദിവസം ഉച്ചകഴിഞ്ഞ് 2 മണി സമയത്ത് കരുതലോടെയും ആക്രമിക്കുകയും അവർക്കൊപ്പം ഉണ്ടായിരുന്ന മകനെ കല്ലെറിഞ്ഞു മാരകമായ പരിക്കുകൾ വരുത്തി ബാഗിലുണ്ടായിരുന്ന HRR ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണം തട്ടിപ്പറിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നും മറ്റുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ HRR ജ്വല്ലറിയുടെ ഭാഗത്തു നിന്നും കടുത്ത നിയമലംഘനം നടന്നു എന്നും ബോധ്യപ്പെട്ടതിനാൽ മേൽ വിവരിച്ച ആദ്യ റിപ്പോർട്ടിന് ക്രൈം നമ്പർ 368/18 അണ്ടർ സെക്ഷൻ 420, 468, 471, 201 ആൻഡ് 509 341 PC പ്രകാരവും രണ്ടാമത്തെ റിപ്പോർട്ടിൽ ക്രൈം നമ്പർ 369/18 അണ്ടർ സെക്ഷൻ 392, 506, 307, 201 ആൻഡ് 220 B ഓഫ് PC പ്രകാരം കേസെടുത്ത് കോടതിയിൽ അയച്ചത് 25/6/2018 സമയം 12. thank you